ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ്, അതായത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും, ഓരോ ഷെയറും, ഓരോ സബ്സ്ക്രിപ്ഷനും എല്ലാം എനിക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ്. ഓൾസോ ഇത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഉമ്മ വീടിൻ്റെ പല പോർഷൻസിലായിട്ട് റമദാൻ കോർണർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ തന്നെ ഒരു ഷോർട്സ് ആണ്. ആ ഷോർട്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ വീട്ടിൽ ഒരു റമദാൻ കോർണർ, ഉമ്മ സെറ്റ് ചെയ്ത് വെച്ച ഒരു റമദാൻ കോർണറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ മൈൻഡിൽ വെച്ച കാര്യമായിരുന്നു, ബാക്കിയുള്ള എല്ലാ കോർണേഴ്സും ഒക്കെ വെച്ചിട്ട് ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ടൈമും അതിനൊരു മൈൻഡ് സെറ്റും വന്നത്. സോ നമുക്ക് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ ഈ കോർണറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ കോർണർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഈ കോർണറിൻ്റെ ഫുൾ വ്യൂ. ഇതിലെന്ന് പറയുമ്പോൾ ഉമ്മ ആദ്യം ചെയ്ത് വെച്ചേക്കുന്നത് ഈ കാണുന്ന മൂണുണ്ടല്ലോ, ആ മൂണും പിറ പോലെ ചെയ്ത് വെച്ചേക്കാണ്. അത് കംപ്ലീറ്റ്ലി ഉമ്മ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതല്ലാതെ ഇവിടെ വേറെ ഉള്ളത്, ഇവിടെ കുറച്ച് റാന്തൽ വിളക്കുകൾ ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻഡിലും പിന്നെ അത് കഴിഞ്ഞ് 3 റാന്തൽ വിളക്കുകൾ, പിന്നെ അത് കഴിഞ്ഞ് ഒരു ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോർഡിൽ നമ്മൾ ഡെയിലി ഇപ്പോൾ എത്രാമത്തെ നോമ്പാണ്, എത്രാമത്തെ ഡേ ആണ് റമദാൻ്റെ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാണ് ചെയ്യാറ്. ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഇത് 11ാമത്തെ ദിവസമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ 11ാമത്തെ ദിവസമായിരിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ. പിന്നെ അതല്ലാതെ വേറെ വെച്ചേക്കുന്നത് വന്നിട്ട് ഇതിൽ നമ്മൾ എന്താ പറയുക, ഇതിലൊരു സെൻറ്റഡ് ക്യാൻഡിലുണ്ട്. പിന്നെ അതല്ലാതെ ഒരു ഗോൾഡൻ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് കളർഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ്. പിന്നെ ഈ കുപ്പി ഉണ്ടല്ലോ, ഈ കുപ്പിക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ്സ് വെച്ചിരിക്കുന്നത്. ഈ ഡേറ്റ്സ് എടുത്താണ് നമ്മൾ യൂഷ്വലി നോമ്പ് മുറിക്കാറുള്ളത്. സോ ഞാനത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഈ ഡേറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ യൂഷ്വലി നോമ്പ് മുറിക്കാറുള്ളത്. പിന്നെ ഇതല്ലാതെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് 2 ഖുറാൻ വെച്ചിട്ടുണ്ട്. ഖുറാനും പിന്നെ അത് കഴിഞ്ഞ് തസ്ബിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ഈ പെട്ടി എന്ന് പറയുന്നത് ഇത് കുറച്ച് കാലം പഴക്കമുള്ള പെട്ടിയാണ്, ഒരു 100 വർഷമൊക്കെ പഴക്കമുള്ളൊരു പെട്ടിയാണ്. അത് ഉമ്മ എടുത്തിട്ട് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒന്ന് പുതുക്കി എടുത്തേക്കാന്ന് പറയില്ലേ, കംപ്ലീറ്റ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് അങ്ങനെ അതിനൊന്ന് പുതുക്കി ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നിക്കാഹിന് ഗിഫ്റ്റ് കിട്ടിയൊരു ഖുറാനും കൂടെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ വ്യൂ ഇങ്ങനെ വരും. പിന്നെ ഇത് ശരിക്കും വേറൊരു വ്യൂവും കൂടെ ഉണ്ട്. അതായത് നമുക്കിത് ഉമ്മ ലൈറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ആ ലൈറ്റ്സും കൂടെ വെച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ലൈറ്റ്സും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വ്യൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ റമദാൻ കോർണറിൻ്റെ ഫസ്റ്റ് കോർണർ. ഇതല്ലാതെ ഉമ്മ ചെയ്ത് വെച്ചേക്കുന്ന വേറൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതായി കണ്ടില്ലേ, എൻഗേജ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഹാമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഹാമ്പേഴ്സിൻ്റെ അകത്ത് അന്ന് കിട്ടിയിട്ടുള്ള വേറെ ഫ്ലവേഴ്സും എല്ലാം വെച്ചിട്ട് ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വേറെ 2 ഹാമ്പേഴ്സാണ്. അപ്പോൾ അത് വേസ്റ്റ് ആവാതെ അത് കംപ്ലീറ്റ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതും ഉമ്മയുടെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ഇത് ഞാൻ ഈ കാണിച്ചപ്പോൾ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് അടുത്ത കോർണർ. ഇത് എൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ എങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇതാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഷോർട്സ് ഇട്ടിട്ടുള്ള വീഡിയോ. ഇവിടെ ബാക്കി ഈ കോർണേഴ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ കോർണറാണ്. ഇതൊരു എന്താ പറയുക, അത്യാവശ്യം സിമ്പിളാണ്, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൽ ഉമ്മ ഒരു മൂൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഒരു ഗോൾഡൻ ക്യാൻഡിലുണ്ട്. പിന്നെ അതല്ലാതെ 2 റാന്തൽ വിളക്കുകളുണ്ട്. പിന്നെ ബാക്കിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ചില സ്പെഷ്യൽ ഡേയ്സ് മാത്രം നോട്ട് ചെയ്യുന്ന ബോർഡ്. പിന്നെ അതല്ലാതെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, റമദാൻ കരീം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതല്ലാതെ ഒരു സെൻറ്റഡ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ സെൻറ്റ് വരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉമ്മ വെച്ചേക്കുന്നത്. സോ കൊള്ളാം അല്ലേ. ലൈറ്റും കൂടെ കത്തിച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കാം ഈ കോർണർ. പിന്നെ ഈ ഒരു കോർണറുണ്ട്. ഈ കോർണർ എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് കോർണറായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ശരിക്കും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോംസ് കിച്ചൺ, ഉമ്മയുടെ കിച്ചണിലുള്ള കോർണറാണ്.
ഇതിൽ ആക്ച്വലി ഒരു ബോർഡുണ്ട്, പിന്നെ അതല്ലാതെ ഒരു സാധാ ഇത് ക്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്ന ക്ലോക്ക് തന്നെയാണ് കേട്ടോ. ഈ ബോർഡിൽ നമ്മൾ ഡേ എഴുതി വെക്കും. പിന്നെ അതല്ലാതെ ഇതാ ഈ മൂണിൽ ഈ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയ മിനിയേച്ചർ ടോയ്സ് ഉണ്ടല്ലോ, ആ മിനിയേച്ചർ ടോയ്സ് സിസ്റ്ററിന് വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നിർത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കിയ സമയത്ത് ഷീസ് ലൈക്ക് എന്താ പറയുക, അത് ആ ടോയ്സും കൂടെ അതിൽ നിർത്തുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ അതിനെയും കൂടെ അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാം. സോ ഇതെനിക്കൊരു ക്യൂട്ട് കോർണറായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. ഇതും ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. ആക്ച്വലി നൈറ്റ് ടൈം ഷൂട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടെ ഇഫക്റ്റായിട്ട് കണ്ടേനെ. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്യുന്നത് ഡേ ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫ്ലോസ് ഉണ്ട്. അത്രയും ക്ലാരിറ്റിയോടെ കാണാൻ പറ്റില്ല, ബട്ട് ഓക്കെ അല്ലേ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതെന്ന് പറയുന്നൊരു വാൾ ഹാങ്കറാണ്. ഇത് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ, വീട്ടിൽ വന്ന് കയറുന്ന ആ സ്പേസിൽ ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതും റമദാൻ കരീം എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്ന പോലെ ഇത് കംപ്ലീറ്റ്ലി ഈ വാൾ ഹാങ്കർ ഉമ്മ ഉണ്ടാക്കിയ വാൾ ഹാങ്കറാണ്. സോ ഇതും കൂടെയാണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റമദാൻ കോർണേഴ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ല, ഇതല്ലാതെ തന്നെ വീടിൻ്റെ പല പോർഷൻസിലായിട്ട് പല സ്ഥലങ്ങളിൽ ഉമ്മ കുറേ ഡെക്കറേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഓരോ വീഡിയോസായിട്ട് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് വരെ സൈനിങ് ഓഫ്.